ഈ സിനിമയുടെ കേൾക്കാവോ? പ്രൊഡ്യൂസർ ഫഹദ് ഉണ്ടോ? പോയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡാവിഞ്ചി ഇവിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉണ്ടോ ചോദിക്കാൻ? ഇല്ലെങ്കിൽ അഭിലാഷ്, ഇത് ഗംഭീര കാസ്റ്റിംഗ് ആയിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറയോ? കാസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഒരു ഗസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടി വിഷ്ണുവിനെ വിളിച്ചതാണ്. ഒരു ദിവസത്തേക്ക് ഒരു ഗസ്റ്റ് റോൾ അതിനെ പറ്റി അവനെ വിളിച്ചതാണ്. എന്നെ കഴിഞ്ഞ പടം സഭാഷ് ചന്ദ്രബോസിലെ വിഷ്ണുവാണ് ഹീറോ. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിലെ പിന്നെ കഥ അവൻ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനിതിലെ ഹീറോ വേഷം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒരു പുതിയ ആരെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിന്റെ റെമ്യൂണറേഷൻ നമുക്ക് വിഷ്ണു കൊമേഴ്ഷ്യലായിട്ടുള്ള കുറെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ആ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ 5 പൈസ വാങ്ങിക്കാതെ വന്ന് അഭിനയിച്ചതാണ്. അതുപോലെ ജോണി ആന്റണി ചേട്ടൻ ഇതിനകത്ത് 2 ദിവസത്തെ ഉണ്ട്. അദ്ദേഹം 5 പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വണ്ടിക്കൂലിയായിട്ട് കൊടുക്കാന്ന് പറഞ്ഞ 25,000 പ്രൊഡ്യൂസർ അദ്ദേഹം തന്ന പൈസ അദ്ദേഹം വാങ്ങിച്ചില്ല. പകരം ഒരു ചാരിറ്റി സ്ഥാപനത്തിന് കൊടുക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല പൈസ ജോണി ചേട്ടൻ. അതുപോലെ ധർമ്മേണ്ടൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും വളരെ തുച്ഛമായ പൈസക്കാണ്. പിന്നെ രമ്യ സുരേഷ്, ശൈലജ, ഇവരൊക്കെ ഇതിനകത്ത് റെമ്യൂണറേഷൻ വളരെ കുറച്ചായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പേരുകൾ വിട്ടുപോകാൻ പറ്റില്ല, കാരണം അത്ര സഹായിച്ചവരെല്ലാവരും ഈ പടത്തിന് വേണ്ടിയിട്ട്, എന്നെയും ഫഹദിനെയും. പിന്നെ നമ്മുടെ ക്യാമറമാൻ എൽദോ ഇസക്കാണ്. അതിന് ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മൾ ഡെയിലി ബാറ്റ കണക്കിനാണ് ആ പൈസ. അതിന് മുമ്പ് 15 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്ന ആൾ, ഞാൻ റെമ്യൂണറേഷൻ പറയുന്നില്ല, വാങ്ങിച്ചിരുന്ന ആൾ ഇതിനകത്ത് ആകെ വാങ്ങിച്ചിരിക്കുന്നത് കൂടി വന്ന 25,000 രൂപയാണ്. ഇതിലെ ക്യാമറ ചെയ്യുന്നത് എൽദോ ഇസ്, പിന്നെ ഇതിന്റെ എഡിറ്റർ വിഷ്ണു വേണുകുമാർ, ഇങ്ങനെ എല്ലാവരും വളരെ സഹായിച്ചിട്ട് ചെയ്തൊരു പടമാണ്. വളരെ സന്തോഷം. സാറേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അർത്ഥതലത്തിലേക്ക് വളർന്ന ഒരു സിനിമ. സത്യം പറഞ്ഞാല് എല്ലാരും ഞെട്ടിപ്പോയി എന്നാണ് പറയേണ്ടത്. എവിടുന്നാണ് ഇങ്ങനെ ഒരു കഥ തന്തു കിട്ടിയത്? ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിന്റെ ഇറയത്തിരുന്നിട്ട് സംസാരിക്കുമായിരുന്നു കൂട്ടുകാരന്മാരുമായിട്ട്. അപ്പൊ കൂട്ടുകാരന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ച ആളിപ്പോ ഈ വേദിയിൽ ഉണ്ടാവും വിചാരിക്കുന്നു. അനീഷ് ഇവിടെ ഉണ്ടോ? അനീഷ് കുമാർ കൈ ഉണ്ടോന്ന് അറിയില്ല, അവനിവിടെ ഉണ്ട്. അവൻ്റെ കൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ +2 പഠിച്ച കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവനെ സംസാരിക്കുമ്പോൾ നീ പോടാ പട്ടി എന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ എന്റെ 3 വയസ്സുള്ള മോൻ തൊട്ട് പുറകില് ജനലിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അവൻ പിന്നീട് ആ വാക്ക് എന്നോട് പറയണ്ടേ, കോവിഡ് കാലത്തായിരുന്നു. അപ്പൊ എനിക്ക് അതിലൊരു സ്പാർക്ക് അടിച്ചു. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ചെറുകഥയാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അതിനേക്കാൾ നല്ല സിനിമയാണെന്ന് വിചാരിച്ചു. അത് ഇപ്പൊ സിനിമയായി. സാറേ, ഇതിന്റെ ടൈറ്റിൽ വരാനുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലെ നല്ല പുറത്തെ ഏത് കുടുംബത്തിലും ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ OTT കാര്യം കൂടെ ആകർഷിക്കാൻ പറ്റും. വ്യത്യസ്തമായ ഒരു ശൈലിയിലും ഒരു രീതിയിലുമാണ് ഈ സിനിമ. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും വളരെയേറെ ഒരു മെച്യൂരിറ്റി കാണിച്ചു എന്നുള്ളത് സന്തോഷമാണ്. എന്നെ ആളൊരുക്കം ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ സന്തോഷം. ഇതിനകത്ത് നല്ല സാർ ഇവിടെ ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എൻ്റെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു
ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു മാനറിസം നമ്മൾ വിഷയം വളരെയധികം നമുക്ക് ഹൃദ്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റും. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായി പെർഫോം ചെയ്തു. അതിനേക്കാൾ ഉപരി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സംവിധായകൻ്റെ ഒരു സംവിധാന മികവിനകത്ത് ദർശിച്ചു. ഇത് കേരള സമൂഹം മാത്രമല്ല, നമ്മുടെ കുടുംബം മൊത്തം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയം ആണ്. വളരെ കൗതുകകരമായി ഇത് അവസാനിപ്പിക്കാനായിട്ട് അങ്ങേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ആ ഗെയിം കൊണ്ടുവരുന്നതോടുകൂടി ഈ സിനിമ മൊത്തം അതിൻ്റെ ഒരു ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശൈലജാമ്പു അവരുടെ എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം ഹൃദ്യമായിട്ടുള്ള സിനിമയാണ്. ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ചോദ്യം മാഡം ചോദിച്ചു കഴിഞ്ഞു, എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കഥാതന്തുവിലേക്ക് വരാനുള്ള ഒരു കാരണം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേൺ കൊണ്ട് നമ്മുടെ കുട്ടികൾ, യുവതലമുറയുടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവരെ എത്തുന്നതിൽ വിഘാതം നിൽക്കുന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതിനെ ശരിക്കും വളരെ മനോഹരമായ രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ള വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. താങ്ക് യു. അഭിലാഷ്, മൊത്തത്തിൽ പറഞ്ഞ സിനിമ അടിപൊളിയായിരുന്നു. കാരണം ക്ലൈമാക്സ് മറ്റൊരു തലത്തിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കാത്തൊരു തലത്തിലേക്കാണ് ക്ലൈമാക്സ് ഒക്കെ എത്തിയത്. പിന്നെ വിഷ്ണുവിൻ്റെ റോള് നമ്മൾ കണ്ടതെന്ന് ആദ്യമായിട്ടാണ് ഇത്ര വ്യത്യസ്തമായിട്ടുള്ള റോള് കാണുന്നത്. അടിപൊളി. പിന്നെ ഡാവിഞ്ചി എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. വളരെ നന്നായി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. മൊത്തത്തിൽ എല്ലാവരും, ആരും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും കൺഗ്രാറ്റ്സ്. Abhilash sir, do you believe that families, family is broken or individual is broken? ആരാണ് ഇതിപ്പോൾ സാറിൻ്റെ ഒരു കൺസെപ്റ്റ് ഫാമിലി ബ്രോക്കൺ ആയിട്ടാണ് അതോ ഇൻഡിവിജ്വൽ ആണോ ബേസിക്കലി ബ്രോക്കൺ? ഇൻഡിവിജ്വൽ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ ഫാമിലി അത് ബ്രോക്കൺ ആവും. പക്ഷേ സാറ് കാണിക്കുന്നത് ഫാമിലി പുറത്ത് ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലിയാണ് കാണിക്കുന്നത്. രണ്ട് ഫാമിലീസും ഫങ്ഷണൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓൾദോ ദ ഇൻഡിവിജ്വൽസ് ആർ ബ്രോക്കൺ, എവരിബഡി ഈസ് ബ്രോക്കൺ. സോ സത്യത്തിൽ സാർ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ സിനിമയിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞാൻ ഒളിപ്പിച്ച് വെച്ചതും മറ്റുള്ളവർ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കുന്നതുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ചിലരൊക്കെ കണ്ടുപിടിക്കും. എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ സിനിമ ഞാൻ വിചാരിച്ചത് ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമ അതെന്നാണ്. ഞാനിപ്പോഴും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് തിയേറ്ററിൽ വലിയ വിജയം നേടുകയും എന്നാൽ OTT എത്തിയപ്പോൾ ജിബി ചേട്ടനൊക്കെ ആ പടം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ OTT ഞാൻ ഈ തിയേറ്ററിൽ കിട്ടിയ സ്വീകാര്യത ഉണ്ടല്ലോ, ഞാൻ ആ വിഷയത്തിലേക്കാണ് പറയുന്നത്. ആ ഒരു സ്വീകാര്യത ഞങ്ങളെല്ലാവരും OTT പ്രതീക്ഷിച്ച ഫസ്റ്റ് അത് വന്ന ആദ്യത്തെ കമന്റ് തൊട്ടിപ്പടം എന്നാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു, എല്ലാവരും ഓരോന്ന് കാണും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ അവർ കാണുന്നൊരു സിനിമയുണ്ട്, നമ്മൾ കാണാത്തതായ അവരുടേതായൊരു സിനിമ അവർ കാണും. ഏത് പ്രശ്നം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആളൊരുക്കം ഫസ്റ്റ് പടം IFFൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കോലാഹലമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഇപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ നിർത്തി. അപ്പം വിഷയം അത് തന്നെയാണ്. അത് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇതിലെ കുഴപ്പങ്ങൾ കണ്ടെത്താൻ എല്ലാം പ്രേക്ഷകർക്ക് സാധിക്കുന്ന പോലെ നല്ലതും അംഗീകരിക്കും. പിന്നെ ഇത് ഈ പറഞ്ഞ തരത്തിലുള്ള ഫിലോസഫി എനിക്കങ്ങനെ കൂടുതൽ വിശദീകരിക്കും. ഒരു കഥ പറയണം, അതിങ്ങനെ കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ടങ്ങ് പറഞ്ഞു. അതെനിക്ക് അല്ല, ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയണം. അപ്പോൾ അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ ചെറിയൊരു വേഷമാണ്, 1-2 ദിവസം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 ദിവസത്തോളം പടം മൊത്തം 12 ദിവസം കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് അത്രയും വിശ്വാസമുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കൂടെ നിന്നു, അത്രേ ഉള്ളൂ. അപ്പം എനിക്കും സിനിമ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. ഹലോ സാർ. സാർ ഇവിടെ ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സാറുമായിട്ട്. പക്ഷേ കോൺവെർസേഷനിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു പടമായിരിക്കും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഇപ്പം ഭൂരിഭാഗം ഈ സിനിമയുടെ ഭൂരിഭാഗവും ചൈൽഡ് ആക്ടേഴ്സ് ആയിരുന്നു. അവരെ ഹാൻഡിൽ ചെയ്തൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. സോ ഇവരുടെ ഈ ആക്ടിങ് പ്രോസസ്സും ഇവരെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയായിരുന്നു ഈ ചൈൽഡ് ആക്ടേഴ്സ്? ചൈൽഡ് ആർട്ടിസ്റ്റുകളിൽ നമ്മുടെ
ഇവന് യാതൊരു തരത്തിലും ട്രെയിനിങ് എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. ഓൾറെഡി ഞാൻ ഈ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവന് സ്റ്റേറ്റ് അവാർഡ് വിന്നറായല്ല. അപ്പോൾ പിന്നെ ഈ കുട്ടികള് ഇവര് രണ്ടുപേർക്കും ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറേ ദിവസം ഒരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോഴായിരിക്കും ഇത് നിർമ്മാതാവിന് ഉൾപ്പെടെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഷൂട്ടിംഗ് സമയത്ത് ആർക്കും ഇതൊന്നും പിടിയിട്ടില്ല. കാരണം സുജാത ധർമ്മജൻ വൈഫിനെ വിളിക്കുമ്പോൾ പിന്നെ ഫഹദിന്റെ വൈഫ് കയറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാവർക്കും കൺഫ്യൂഷൻ, ആർക്കും മനസ്സിലായില്ല. വിഷ്ണുവിനും ഒരു ഏകദേശം ഐഡിയ കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ക്യാമറാമാന് പോലും കഥ ഒന്നും മനസ്സിലാവാതെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ അഹങ്കാരം കൊണ്ടല്ല, അത് പറഞ്ഞ് വിശദീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ ഒരു ഇങ്ങനെയാണെന്നുള്ള മാത്രമല്ല, ഇതിന് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ല, സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്ത് ഞാൻ ചെയ്തതാണ്. കർണൻ ഇത്ര റിയൽ ആവല്ലേ, കർണൻ ഇത്ര റിയൽ ആവല്ലേ എന്ന് പറയാം. കർണൻ താങ്ക് യു. ഹലോ ഹലോ സാർ, ബിസി സാർ, ഞാനിത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് ഒരു ഓവർ ആക്ടിങ് ഇല്ല എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ ഒരു ഒന്നാമത് വേണ്ടത്. പിന്നെ ഡാവിഞ്ചി അടിപൊളിയായിട്ട് മോനെ അടിപൊളിയായിരുന്നു. മറ്റെല്ലാവരും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് അവസാനം വരെ നമ്മളെങ്ങനെ പിടിച്ചിരുത്തി ലാസ്റ്റിലാണ് വിഷ്ണുവിൻ്റെ കഥാപാത്രം പെട്ടെന്ന് ട്വിസ്റ്റ് ആവുന്നത്. അത് എഴുതി കിട്ടിയത് ഏത് ഫാമിലിയും അങ്ങനെ ആയിരിക്കുമല്ലോ ട്വിസ്റ്റ് ആവും. അങ്ങനെയല്ല, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ചേട്ടത്തി അമ്മ ഒരു കൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഏറ്റവും ഫൈനൽ മൊമെന്റാണ് എന്താണെന്ന് അറിയുന്നത്. ഭയങ്കര ഈ സിനിമ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഹിന്റ് തുടക്കമായി കിട്ടുന്നുണ്ടാവും. ഇല്ല അങ്ങനെ കേട്ടില്ല. ലാസ്റ്റില് മാത്രമാണ് തുടക്കം പക്ഷെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. സത്യം. ഫഹദ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയത് എന്റെ ഒരു സ്വപ്നം. ഞാനിങ്ങനെ ഫോണിലൂടെ ഫഹദ് സുഭാഷ് ചന്ദ്രബോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിച്ച് പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു സ്വപ്നം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അയാളൊരു ഗംഭീര ആക്ടറാണ്. ഞാൻ ഒരു വേഷം പോലും ചോദിക്കാതെ അയാൾ പറഞ്ഞത് ഞാൻ ഈ പൈസ മുഴുവൻ ഞാൻ മുടക്കോളാന്ന് പറഞ്ഞ് വന്ന ആളാണ്. അത് ഒരു പൈസയും തിരികെ കിട്ടില്ല ഫഹദേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 5 പൈസ വേണ്ട, ഞാൻ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ ആളാണ് ഫഹദ്. ഫഹദ് എന്നിട്ട് എന്നോട് ഒരിക്കൽ പോലും വേഷം ചോദിച്ചിട്ടില്ല. ഞാൻ ഫഹദിന് പല ആർട്ടിസ്റ്റുകളെ നോക്കിയതിന് ശേഷം ഫഹദാണ് പ്രൊഡ്യൂസർ. ഫഹദിനെ ഞാൻ ആ വേഷം നിർബന്ധിച്ച് ചെയ്യുകയായിരുന്നു. അതുകൂടി ഇവിടെ പറയണം. ഇവിടെ എല്ലാവരും ശൈലജയൊക്കെ തിരക്കിനിടയിൽ വന്നിട്ട് സഹകരിച്ച ഒരു പടമാണ്. വളരെ തിരക്ക്, വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ആരെ വിസ്മയ പുതിയ ആളാണ്. ഞാനിങ്ങനെ അവരെല്ലാം പരിചയപ്പെടുന്നത്. ഇവരൊന്നും വേറൊന്നും ഇവർക്ക് ഇല്ല. ഈ ഒരു മൊമെന്റ് ആണ് ഏറ്റവും പ്രധാനം. അതായത് 2 കൊല്ലം മുമ്പാണ് അഭിലാഷേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം ഈ പറഞ്ഞ പോലെ സുഭാഷ് ചന്ദ്രബോസ് കണ്ടിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതുവരെ ഞാൻ വിഷ്ണുവിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അത് കണ്ടിട്ട് ഞാൻ തെരഞ്ഞു പിടിച്ച് വിഷ്ണുവിൻ്റെ സിനിമകൾ കാണാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഈ സിനിമ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ IFFK 2022 കനകുന്നിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാനും അഭിലാഷേട്ടനും ആദ്യമേ മീറ്റ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നേ ഇല്ല. 2 വർഷത്തിന് ശേഷം 2024 IFFK നമ്മളിവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ദൈവാനുഗ്രഹമെന്നോ ഈ ടീമിൻ്റെ എല്ലാവരുടെയും ഒരു എന്താ പറയുക കഠിനാധ്വാനത്തിൻ്റെ ഫലം എന്നോ പറയാൻ പറ്റും. അതുമാത്രമല്ല, ഈ ബാനറിൽ ഇനി നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റിട്ടേൺസും എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ അഭിലാഷേട്ടൻ ഒരു നിമിത്തമായി. പിന്നെ വിഷ്ണു എസ്പെഷ്യലി ഞാൻ ഇതുവരെ വിചാരിച്ച സുഭാഷ് ചന്ദ്രബോസാണ് ഏറ്റവും ബെസ്റ്റ് വേഷം എന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിഷ്ണുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേഷം ഇത് തന്നെയാണ്. എനിക്ക് വേറെ ഏതിനേക്കാളും ഏറ്റവും എടുത്തു പറയേണ്ടത് അത് തന്നെയാണ്. താങ്ക് യു. പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ ചേട്ടൻ ഏറ്റവും മികച്ച വേഷം തന്നെയാണ്. ചേട്ടാ, ഇങ്ങനെ ഒരു സ്ട്രൈനർ പറഞ്ഞ കഥാപാത്രം ചെയ്യുമ്പോൾ ചേട്ടൻ പ്രത്യേക തയ്യാറെടുപ്പ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഡയറക്ടർ വിചാരിച്ചതുപോലെ ചേട്ടൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഡയറക്ടർ വിചാരിച്ചെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി ഇത് ഓക്കെ പറഞ്ഞായിരുന്നു. അഭിലാഷേട്ടൻ ഓക്കെയാണോ? അഭിലാഷേട്ടൻ തീരെ ഓക്കെ. ചേട്ടാ, സ്നേഹ കഥാപാത്രം അടിപൊളിയായിരുന്നു.
താങ്ക് യു. താങ്ക് യു. എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാം കേട്ടോ.